ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടെമൂന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ ടെമു. കഴിഞ്ഞൊരു വീഡിയോയിലും ടെമൂന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു. ഞാൻ വാങ്ങിയിട്ടുള്ളതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനായിട്ട് തോന്നുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ നല്ല ചീപ്പ് റേറ്റിൽ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ഫ്രീ ഹോം ഡെലിവറിയാണ് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങിയിട്ടുള്ള ഓരോ സാധനങ്ങളും പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് വാഷിംഗ് മെഷീൻ്റെ കവറാണ് കേട്ടോ. ഇതാ ആ ഫോട്ടോയിൽ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു കവറാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് കേട്ടോ. നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ കവർ മേടിക്കുന്ന സമയത്ത് നമ്മുടെ മെഷീൻ്റെ വാഷിംഗ് മെഷീൻ്റെ അളവ് ഇത് ഓരോന്നിനും അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ പാകത്തിനുള്ള കവർ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനിലുള്ള കവറാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പരിചയപ്പെടുത്തുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഫോട്ടോയും അതിൻ്റെ പ്രൈസും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ സിപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ കവർ അങ്ങനെ എനിക്ക് ഫുള്ളായിട്ട് നിവർത്തി കാണിച്ചു തരാൻ പറ്റില്ല. ഇത് അത്യാവശ്യം വലിയ കവറാണ്. ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയിലുള്ള പോലെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇതാ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ മടക്കി എടുത്ത് വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര വലുതൊന്നുമല്ല കേട്ടോ. ഒരു 2 പേരൊക്കെ ഉള്ള വീട്ടിലേക്ക് ഇത് തന്നെ ധാരാളം. ഇതൊരു റൗണ്ട് ടൈപ്പാണ് കേട്ടോ വരുന്നത്. അടിയിൽ ഇച്ചിരി കട്ടിയുള്ള ഒരു ലെയറാണ്. പിന്നെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ കവറിങ് വരുന്നുണ്ട്. ഒരു കമ്പി പോലെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇത് ഇത്രയും നേരം മടങ്ങിയിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ തുണികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഈ സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്. അടുത്തത് കിച്ചണിലേക്ക് മേടിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ കിച്ചണിൽ പൈപ്പിൻ്റെ അടുത്ത് സോപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്റ്റിക്കറും വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിക്കർ നമ്മൾക്ക് ഈ ഒരു ഇതുമ്മ ഫിറ്റ് ചെയ്തിട്ട് നേരെ ഒട്ടിച്ചു കൊടുത്താൽ മതി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് ഒരു സെൻസർ ലൈറ്റാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് വാം ലൈറ്റാണ്. ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ. ഇത് ഒന്നും പറയാനില്ല, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നതും വരുന്നുണ്ട് കേട്ടോ. ഇതുമ്മ ഓപ്ഷൻസ് ഉണ്ടാവും, വാം ലൈറ്റ്, വൈറ്റ്. അതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് പർച്ചേസ് ചെയ്യാം. അപ്പം ഞാൻ വാം ലൈറ്റാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ലൈറ്റ് ഒട്ടിച്ച് വെക്കാനുള്ള സംഭവം അതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അതിന് പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇതാ ഓൺ, ഓഫ്, ഓട്ടോമാറ്റിക്, അങ്ങനെ 3 ഓപ്ഷനാണ് കേട്ടോ അതുമുള്ളത്. അതിൽ ഓട്ടോമാറ്റിക് ആക്കി നമ്മൾ വെച്ചിട്ട് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി. ഇത് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് കുറേ പീസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. ഈ ഒരു കെട്ടിൽ ഇത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ അകലിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. ഈ ഒരു നീളത്തിൽ തന്നെ കുറേ പീസ് വരുന്നുണ്ട്. അതാ അടുത്തത് ഈ കെച്ചപ്പൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ.
അതിൻ്റെ മുകളിലായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് വരുന്നുണ്ട്. അടുത്തതൊരു ഫ്രിഡ്ജ് ഓർഗനൈസറാണ് കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും ചെറുതായിപ്പോയി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ അളവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 6 പീസ് വരുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ക്യാരറ്റ്, ക്യുക്കമ്പർ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഈ ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കില്ലേ, അതിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ 300 ml ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. 100 ml ഉണ്ട്. അടുത്തത് ഈ 2 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. നമ്മുടെ ചട്ടകൊക്കില്ലേ, അതാണ്. ഇത് സിലിക്കണിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പിടി വന്നിട്ട് വുഡൻ്റെ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇതൊരു 4 എണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഈ മോപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത്, ബ്രഷ് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കൂലേ ടോയ്ലറ്റിലൊക്കെ, അതിന് പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് 4 ഒരേപോലെ തന്നെ. അത് കാരണം ഞാൻ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ പൊട്ടിച്ച് കാണിക്കുന്നുള്ളൂ. അത് ഫിറ്റ് ചെയ്ത് വെക്കാനുള്ള സ്റ്റിക്കറും ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അടുത്തതൊരു ഹാങ്ങറാണ് കേട്ടോ, നമുക്ക് ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള. ഇത് ഫിറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഒപ്പം 2 സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ. ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഒപ്പം വരുന്ന സ്റ്റിക്കറും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു ഹോൾ വീഡിയോയിൽ ഒരു കോർണർ ഷെൽഫിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം വെയിറ്റ് അതുമ്മ വെച്ചിട്ടും ആ സ്റ്റിക്കർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അടുത്തത് ഒരു പിസ്സ കട്ടറാണ് കേട്ടോ. ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ പിടി വന്നിട്ട് വുഡൻ്റെ ആണ്. വിചാരിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. അടുത്തതൊരു ഐസ്ക്രീം സ്കൂപ്പറാണ് കേട്ടോ. ഇതും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് ചെറുതാണ് കേട്ടോ. അടുത്തതൊരു 4 എണ്ണത്തിൻ്റെ ഒരു സ്പൂണിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്തത് ഇതൊരു സിലിക്കൺ സ്പാച്ചുലയാണ് കേട്ടോ. ഇതും പല കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ടെമൂന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.